ആരോടാണ് ഈ സമാധാനം വേണം എന്ന് ലോകരാഷ്ട്രങ്ങൾ ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഇടപെടണമെന്ന് ആഗ്രഹിക്കുകയും ആവശ്യപ്പെടുകയും ആ ഇടപെടലിലൂടെ ഈ പ്രശ്നം പരിഹരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നത് ആരെയാണ്? ഒന്ന് അമേരിക്കയെ, രണ്ട് ഈ പറയുന്ന ജർമ്മനിയും, ഇപ്പോൾ ചർച്ച നടത്തുന്ന ജർമ്മനിയും യു കെയും അടക്കമുള്ള രാജ്യങ്ങളെ, ജനീവയിലെ ചർച്ച നടത്തുന്ന രാജ്യങ്ങളെ. സനീഷ്, ഈ ഇസ്രയേലിന് എന്താണ് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ഒന്നാമത്തെ രാജ്യം അമേരിക്ക, രണ്ടാമത്തെ രാജ്യം ജർമ്മനി, മൂന്നാമത്തെ രാജ്യം യു കെ. അവർക്ക് ഈ കയ്യിലുള്ള ആയുധങ്ങൾ ഇസ്രയേൽ പ്രയോഗിച്ചു തീർക്കട്ടെ എന്നാണോ ആഗ്രഹിക്കുക, അല്ല അത് അവിടെ സ്റ്റോക്ക് ഇരിക്കട്ടെ എന്നാണോ ആഗ്രഹിക്കുക? അടിസ്ഥാനപരമായി ഇതിൻ്റെ കച്ചവട താല്പര്യം അതുകൂടിയാണ്. ഇപ്പോൾ യമനിൽ അമേരിക്ക യമനെ ആക്രമിക്കുന്ന, ഹൂത്തികളെ ആക്രമിക്കുന്നു എന്ന പേരിൽ യമനെ ആക്രമിക്കുന്ന സ്ഥിതി ഉണ്ടായല്ലോ. നമ്മളിപ്പോൾ എപ്പോഴും ചർച്ച ചെയ്യുമ്പോൾ ഹൂത്തികൾ ഭയങ്കര ഭീകരന്മാർ എന്നുള്ള മട്ടിലാണ് നമ്മൾ ഈ കാര്യങ്ങളെ കാണുക. സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ ഇസ്രയേലിലേക്ക് ഈ ചെങ്കടലിലൂടെ ഇസ്രയേലിലേക്ക് ആയുധം എത്തിക്കുകയും ആ ഇസ്രയേലിൽ നിന്ന് അത് തൊടുത്തു വിടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ചെങ്കടലിൽ ഹൂതികൾ ആക്രമണം നടത്തുകയാണ് ഈ അമേരിക്കയുടെ കപ്പലുകൾ. കാരണം ഈ ആയുധങ്ങൾ കൊണ്ടുപോകുന്ന കപ്പലുകളെ ഹൂതികൾ ആക്രമിക്കും ചെങ്കടലിൽ. അപ്പോൾ എന്താണ് സ്വാഭാവികമായും സംഭവിക്കുക? അമേരിക്ക യമനെ ആക്രമിക്കുകയാണ്, യമനിൽ ബോംബ് കൊണ്ടിടുക. ഇതാണ് അവരുടെ സാഹചര്യം. അതായത് ഈ ആയുധത്തിൻ്റെ ഫ്ലോ ഒരു കുഴപ്പമില്ലാതെ അങ്ങനെ തന്നെ സംഭവിക്കണം എന്നുള്ളതാണ് ആത്യന്തികമായ ലക്ഷ്യം. അതുകൊണ്ട് ഇവരുടെ ഈ നീക്കത്തിൽ എനിക്ക് പ്രതീക്ഷയില്ല.